നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കർത്താവിന് നമ്മളോട് തോന്നിയ കരുണയ്ക്കും കർത്താവിൻ്റെ ദയയ്ക്കും കർത്താവിൻ്റെ സ്നേഹത്തിനുമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ വളരെ ഏകാഗ്രതയോടെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്തോത്രം. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവസന്നിധിയിലുള്ള നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കണം. സ്തോത്രം. പണ്ട് അപ്പച്ചന്മാരൊക്കെ പറയുമായിരുന്നു, അരകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നമ്മൾ ദൈവസന്നിധിയിൽ ആകരുത്. ഞാൻ അനങ്ങുകയില്ല, നീ എന്നാ വേണേലും അവിടെ നിന്ന് കാണിക്കുക, ഞാൻ അനങ്ങുകയില്ല, അങ്ങനെ ആകരുത്. സ്തോത്രം, സ്തോത്രം. പകരം മന്ദമായ കാറ്റിൽ ആടി ഉലഞ്ഞ് അതിൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന നല്ലൊരു പുഷ്പം പോലെ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അല്ലേ? സ്തോത്രം. അതിനോട് ചേർന്ന് പോകണം. പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതേ ഉള്ളൂ, അല്ലാതെ നാളെ മുതൽ എല്ലാവരും പ്രാർത്ഥനയ്ക്കിരുന്ന് ആടണമെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. കാറ്റിനനുസരിച്ചുള്ള ആ ഒരു അതിനോട് ചേർന്നുള്ള ആ ഒരു എന്തായാലും പറയുന്നത്, സ്തോത്രം, ബോഡി ലാംഗ്വേജ് എന്ന് പറയും ഇംഗ്ലീഷിൽ. സ്തോത്രം ഉണ്ടാക്കണം. അതൊക്കെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഭാഗം. ഒരു കുഞ്ഞ് ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിനകത്തായിരിക്കുന്നെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ അറിയാം. സ്തോത്രം. കാർട്ടൂണൊക്കെ കാണുന്ന പിള്ളേർ വീട്ടിലൊക്കെ വല്ലപ്പോഴും കാർട്ടൂണൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ചിരി, അവരുടെ ബഹളം, അതിനകത്ത് കാണിക്കുന്ന തമാശകൾ അവരെത്രമാത്രം ആസ്വദിക്കുന്നു, അവരതിനകത്ത് എത്രമാത്രം, നമ്മളെ പറയാൻ അകത്തങ്ങ് കയറിയിരിക്കുവാന്ന് പറയും. അവർ ടി വിക്കകത്തൊന്നുമല്ല, പക്ഷേ അതിനകത്തങ്ങ് കയറിയിരിക്കുക. പക്ഷെ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാകപ്പാടെ വേറെ ഏതാണ്ടൊക്കെ ആലോചിച്ചുകൊണ്ട്, സ്തോത്രം. എനിക്ക് ചില സമയത്ത് ദേഷ്യം വരും. അതൊരു എന്താ പറയുന്നത്, അതൊരു രോഷമാണ്. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ, ദൈവസന്നിധിയിൽ ആ കൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നിലുണ്ടാകുന്ന ഒരു വികാരമാണ് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം. പാട്ട് പാടുമ്പം അവിടെ ഇവിടെ നോക്കി. കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ട് ഞാൻ, പിള്ളേർ ശ്രദ്ധിച്ചേ, ഹലോ ശ്രദ്ധിച്ചേ. ഒരു ലൈൻ പാടി കഴിയുമ്പം നമ്മൾ സാധാരണ എല്ലാ പാട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്? പണ്ടൊന്നും ഈ പ്രൊജക്ടറൊന്നും ഇല്ലായിരുന്നു, പാട്ട് പുസ്തകവും എല്ലാ വീട്ടിലും ഇല്ലായിരുന്നു. 1 2 ആരാധന പാടി കഴിയുമ്പോൾ നമുക്ക് ആ പാട്ട് മനപ്പാടമായിരുന്നു. ഇന്ന് കേട്ടാൽ പോലും പാടുകയില്ല, എന്നും പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് ആർക്കും എന്നോട് വിരോധവും ദേഷ്യവും തോന്നരുത്. സ്തോത്രം. പുറത്തുനിന്ന് വരുന്ന പാസ്റ്ററാണെങ്കിൽ പറയാം, എന്നെ ഇനി വിളിച്ചില്ലേലും ഞാനിതൊക്കെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, എനിക്കത് പറയാൻ പറ്റത്തില്ല, നിങ്ങളിത് കേട്ടേ മതിയാകത്തുള്ളൂ. ഇവിടെ എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന കാലത്തോളം ഇതൊക്കെ കേട്ടേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ പറയും, അതെന്നിലുള്ള ആത്മീയ തീഷ്ണതയും ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നു എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയുടെയും ഭാഗമാണ്. അല്ലാത്തവർക്ക് എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കാം. സ്തോത്രം. ചേർന്നിരിക്കണം, ചേർന്ന് ചെയ്യണം. ഒന്നൊന്നിനോട് ചേർത്ത് പണിയുന്നതാ സഭ. അത് തമ്മിലൊരു ഇണക്കമുണ്ട്, അത് തമ്മിലൊരു ചേർച്ചയുണ്ട്, അതിനതിൻ്റെതായൊരു ബ്യൂട്ടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഞാനിവിടെ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനതിൻ്റെതായ ആ മനോഹാരിത നഷ്ടപ്പെടും. ചേർന്നിരിക്കണം. സ്തോത്രം. പാട്ട് പാടുമ്പം ഒരു ലൈന് പാടിക്കഴിഞ്ഞാൽ അത് എടുത്ത് പാടണം. കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ വരത്തുള്ളൂ എന്നൊന്നും പറയരുത്. നമ്മളൊക്കെ വീട്ടിൽ മിക്കവാറും മലയാളമൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുടുംബങ്ങളൊക്കെ വളരെ അപൂർവമാണ്. വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഭാഷയെ നമുക്ക് അത് പറയാവുന്നതേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിൽ നിന്ന് അധികമൊന്നും സംസാരിക്കാൻ ഒരുപക്ഷെ ഞാൻ സമയമെടുത്തെന്നിരിക്കത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില പൊതുമാർഗനിർദ്ദേശങ്ങൾ, സ്തോത്രം, സഭയുടെ നന്മയ്ക്കായിട്ട് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നോട് പറയട്ടെ, നമ്മുടെ പൊതു നന്മയ്ക്കായിട്ടും നമ്മുടെ ആത്മീക വളർച്ചയ്ക്കായിട്ടും നമ്മൾ ഒരു പടി കൂടെ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നതിന് ഈ കാര്യങ്ങളെ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ നിങ്ങളത് പൂർണ്ണ സന്തോഷത്തോടെ, ഒരു ക്രിട്ടിക്കൽ മൈൻഡും പോകാതെ, പ്രത്യേകം പറയട്ടെ, സ്തോത്രം, നമ്മുടെ ക്രിറ്റിസിസമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് കേട്ട് ദൈവസന്നിധിയിൽ ബലപ്പെടാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.
വായിച്ച സങ്കീർത്തനത്തിലേക്ക് ഓടി കടന്നു പോവുകയാണ്. നിക്ഷിപ്തമായിരിക്കുന്ന ലഭിച്ച സമയത്തിൽ നിന്നുകൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ആലോചനകളെ ഞാൻ പങ്കുവെപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 31-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. ദൈവത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് തൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് ഈ 31-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആരെയാ കാണുന്നേ? ദൈവസന്നിധിയിൽ തൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ, തൻ്റെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ, താൻ അനുഭവിക്കുന്ന അതിതീവ്രമായ ഭയങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലെല്ലാം ഭയമുണ്ടാകുക എന്നുള്ളത് സർവ്വസാധാരണമാണ്, അല്ലേ? എക്സാം വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയം, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വലിയ അല്ലെങ്കിൽ അതിന് പോകുന്ന ആൾക്കാർക്ക് ഭയം. സ്തോത്രം. എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഭയമാണ്. മക്കളായി കഴിയുമ്പോൾ ഇവരുടെ ഭാവി എന്താകും എന്നുള്ള ഭയം. അപ്പം അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായി കഴിയുമ്പോൾ എൻ്റെ പിള്ളേരെന്നെ നോക്കുമോ, അതോ ഇതുങ്ങളൊക്കെ കൂടെ എൻ്റെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങുമോ എന്നുള്ള ഭയം. സ്തോത്രം. എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യനെന്തുണ്ട്? ഭയമുണ്ട്. അതില്ലെന്ന് പറഞ്ഞു എനിക്കൊരു ഭയം ഇല്ലെന്ന് പറയുന്നവർ ഏറ്റവും വലിയ എന്നാ പറയുന്നേ, പേടിച്ച് ഓക്കെ, അത്രയും ഭയമുള്ളവർ. സ്തോത്രം. എനിക്കൊരു ഭയം ഇല്ലെന്ന് പറയുന്നവർ. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് ഭയം. സ്തോത്രം. എന്നാൽ ഭയത്തിൻ്റെ മധ്യത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറയുക മാത്രമല്ല, കൂടെ വന്ന് സമാധാനം തന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളതാ നമ്മുടെ ധൈര്യം. ഹല്ലേലൂയ. അത് നമ്മുടെ ധൈര്യമാ. സ്തോത്രം. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഞാനിന്ന് പാട്ടൊക്കെ പാടിയപ്പം ഞാൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയായിരുന്നു. കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ, കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ. സ്തോത്രം. മനുഷ്യന് കാണാൻ കഴിയത്തില്ല, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷേ നമ്മുടെ കുഞ്ഞാഗ്രഹങ്ങളെ, ഞാൻ സത്യം പറയാം, ചിലതൊന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല കേട്ടോ. പക്ഷെ നമ്മളറിയാത്ത വഴികളിൽ നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിൽ വന്ന് ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അപ്പനോടുണ്ടാകുന്ന സ്നേഹം, പ്രിയമുള്ളവരെ, നമ്മുടെ ഭയങ്ങളിൽ നമ്മളെ വിടുവിക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മെ സഹായിക്കുന്ന. സ്തോത്രം. ഇന്ന് രാവിലെ ഞാനിങ്ങനെ വീട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. സ്തോത്രം. ഹൃദയത്തിലുള്ള ആഗ്രഹം, ഹൃദയത്തിൽ. സ്തോത്രം. കൂടെയുള്ള ഭാര്യയോട് പോലും ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല, കുഞ്ഞുങ്ങളോട് പറഞ്ഞു കാണത്തില്ല, ഈവൻ ദൈവത്തോട് പോലും ഒരു പ്രാർത്ഥന എന്നവണ്ണം പറഞ്ഞു കാണത്തില്ല. പക്ഷേ ഹൃദയങ്ങളെ അറിയുന്നവൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്നു. അവൻ അതിനുവേണ്ടി തുറക്കുന്ന വഴികൾ, ആ ആഗ്രഹങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് നീ പോലും അറിയാതെ തുറക്കുന്ന ദൈവിക വഴികളുണ്ടല്ലോ. അതൊരപ്പന് മക്കളോടുള്ള കരുണയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നമ്മുടെ ഭയങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിനെ ഇന്ന് പകൽക്കാലം നാം സ്തുതിക്കണം, നാം സ്തോത്രം ചെയ്യണം. സങ്കീർത്തനക്കാരൻ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിന്റെ ചെവി എങ്കലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ എന്തുകൊണ്ടാ താമസം, എന്തുകൊണ്ടാ ഇത്രത്തോളം കാലം? ഞാൻ കുറേ നാളുകളായല്ലോ പ്രാർത്ഥിക്കുന്നു, ഞാൻ കുറേ നാളുകളായല്ലോ ഉപവസിക്കുന്നു, ഒരു വിടുതലിന് വേണ്ടി സ്തോത്രം ഞാൻ കാക്ഷിക്കുന്ന കുറേ നാളുകളായല്ലോ. അപ്പാ, ഒന്ന് വേഗത്തിൽ എനിക്ക് ഉത്തരം തരണമേ എന്നുള്ള പ്രാർത്ഥനകൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? ചില വിഷയങ്ങളോളം വേഗത്തിൽ ഒരു ദൈവത്തിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷന് വേണ്ടി, ഒരു വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടലിന് വേണ്ടി നാം പ്രതീക്ഷിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളോട് പറയുകയാ, ഞാൻ നിനക്ക് വേഗത്തിൽ ഉത്തരം തരുന്ന ദൈവമാ. സ്തോത്രം. ചില വിഷയങ്ങളിൽ കാലതാമസമായി, കാലങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേഗത്തിൽ ഉത്തരം തരാൻ പോകുകയാണെന്ന് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ചില വിഷയങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വേഗത്തിൽ ഉത്തരം നൽകുന്നു. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക, ദൈവം എനിക്ക് വേണ്ടി വേഗത്തിൽ ഉത്തരം അരുളണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറ. ആ വാക്കെന്നെ വല്ലാതെ സ്പർശിച്ച. പാറയുണ്ടോ? ഉണ്ട്. പക്ഷേ പല പാറകളും ഒരുറപ്പുമില്ലാത്തതാ. സ്തോത്രം. ആടുന്ന പാറകളാ. സംഭവം കല്ല, നല്ല കൂടത്തിനടിച്ചാലേ പൊട്ടത്തുള്ളൂ. പക്ഷെ കല്ലാണെങ്കിലും ആട്ടം ഉണ്ടെങ്കിലും എന്തു ഗുണം, എന്തുറപ്പാ ഉള്ളേ? സ്തോത്രം. നമ്മുടെ ചില വിഷയങ്ങൾ അങ്ങനെയാ.
സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്തോത്രം. ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയാം, കർത്താവേ എനിക്കിങ്ങനെ ഈ ഉറപ്പില്ലാത്ത പാറകൾ, ഈ ഉറപ്പില്ലാത്ത കാര്യങ്ങളല്ല വേണ്ടേ, എനിക്ക് ഉറപ്പുള്ള പാറയായിട്ട് അങ്ങ് വേണം. എത്ര പേര് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? സ്തോത്രം. ജോലിയുണ്ടോ? ഉണ്ട്. വല്ല ഗുണമുണ്ടോ? ഇല്ല. മക്കളുണ്ടോ? ഉണ്ട്. വല്ല ഗുണമുണ്ടോ? ഇല്ല. അപ്പനും അമ്മയും ഉണ്ടോ? ഉണ്ട്. വല്ല ഗുണമുണ്ടോ? ഇല്ല. ബന്ധങ്ങളുണ്ടോ? ഉണ്ട്. വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. സമ്പത്തുണ്ടോ? ഉണ്ട്. ശരിയായ രീതിയിൽ ഞങ്ങൾ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ട്, ഇഷ്ടം പോലെ സ്ഥലവും കാര്യങ്ങളും ഉണ്ട്, റിട്ടേൺസ് വല്ലതും ഉണ്ടോ? ഇല്ല. സംഭവമുണ്ട്. ആത്മീയതയുണ്ടോ? ഉണ്ട്. ആരാധനയ്ക്ക് വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. ഉറച്ചതാണോ? ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കിടക്കുക. സ്തോത്രം. എന്നാ മാംസം, ജഡം അധികം പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് താഴെ പോകുന്ന ഗതിയാ. സ്തോത്രം. ഇങ്ങനെ ഉറപ്പില്ലാത്ത ഒന്നിലല്ല നമ്മൾ നിൽക്കണ്ടേ. ഉറച്ച ചിലതിന് വേണ്ടി ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ഉറപ്പുള്ള ദൈവസാന്നിധ്യം, ഉറപ്പുള്ള ദൈവികാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എത്ര പേരുന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുണ്ട്? ദൈവമേ, ആടിക്കിടക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, ഒരുറപ്പില്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് ആമേൻ, ഇന്ന് പകൽക്കാലം എനിക്കൊരു ഉറപ്പുള്ള, എനിക്കൊന്ന് സ്റ്റേൺ ആയിട്ടുള്ള, ഹല്ലേലൂയ, ഒരു സ്റ്റെബിലിറ്റിയുള്ള സ്തോത്രം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക, കർത്താവേ ഉറപ്പില്ലാത്ത കുറേ ഇതൊക്കെ ഞാൻ കണ്ടു, എനിക്ക് ഉറപ്പുള്ള ഒരു പാറയായിട്ട് അങ്ങ് വരണം. ഉറപ്പുള്ള ഒരു പാറ. സ്തോത്രം. എന്നിട്ട് പറയുക, എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായിരിക്കണം. ഇതൊക്കെ വായിച്ചപ്പം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. രക്ഷിക്കാൻ കഴിയാത്ത കോട്ട. സ്തോത്രം. കോട്ടയുണ്ടോ? ഉണ്ട്. രക്ഷിക്കാൻ ഉതകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന്, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ ഒന്ന് പറയും, ഓട്ടയുള്ള സഞ്ചി ഉണ്ടോ? ഉണ്ട്. അതിനകത്ത് ഇട്ട കാര്യമുണ്ടോ? ഇല്ല. അതിങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണോ? ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ അനലൈസ് ചെയ്ത് നോക്കുമ്പം ചില വിഷയങ്ങളിൽ ഉറപ്പില്ലാതെ കുറേ കാലമായി കിടന്ന് ആടുന്നു. എന്തൊക്കെയോ ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ലാത്ത, ഉറച്ചു നിൽക്കാൻ കഴിയാത്ത, അതിനെ നമ്പാൻ കഴിയാത്ത, അതിനെ വിശ്വസിക്കാൻ കഴിയാത്ത, അതിലൊരു ഉറപ്പ് വെക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ നമ്മൾ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഉറപ്പുള്ള പാറയായിട്ട് നമ്മുടെ കർത്താവ് ഉണ്ടെന്നുള്ള ധൈര്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. 3 പറയുക, 3-ാമത്തെ വാക്യം, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മറ്റെന്തിലെങ്കിലും ആശ്രയം വെക്കുന്ന അനുഭവങ്ങളെ മാറ്റിയിട്ട് നമ്മൾ ആരിൽ ആശ്രയം വെക്കണം? നമ്മുടെ കർത്താവിൽ ആശ്രയം വെക്കണം. കാരണം ഉറപ്പുള്ളതെന്ന് പറയാൻ, നിലനിൽക്കുന്നതെന്ന് പറയുവാൻ, സ്തോത്രം, ധൈര്യമായി നിൽക്കുവാൻ കഴിയുന്ന, ധൈര്യമായിട്ട് വിശ്വസിക്കുവാൻ കഴിയുന്ന, ധൈര്യമായി ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ ഭൂമിയിൽ. അത് നമ്മുടെ കർത്താവ് മാത്രമാ. ഹല്ലേലൂയ. അത് നമ്മുടെ ദൈവം മാത്രമാ. സ്തോത്രം. ഏത് പ്രതിസന്ധികളിലും, ഏത് കാറ്റിലും, ഏത് കോളിലും നിന്നെ കൈവിടാതെ, രാത്രിയുടെ 4 യാമമാണെങ്കിലും, കടലിന്റെ ഇരകൾ ആർത്തിരമ്പുന്നുണ്ടെങ്കിലും അതിന്റെ നടുവിൽ നടന്നു വന്ന് നിന്നെ രക്ഷിക്കാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അത് നമ്മുടെ കർത്താവിനാ. സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവിൽ നമ്മുടെ ഉറപ്പ്, നമ്മുടെ ആശ്രയം ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ പുതുക്കണം. പറയണം, കർത്താവേ അങ്ങ് മാത്രമായ എൻ്റെ കോട്ട. സ്തോത്രം. അങ്ങ് മാത്രമായ എൻ്റെ ബലം. സ്തോത്രം. ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിൽ മാത്രമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ സങ്കീർത്തനക്കാരനെ പോലെ? ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പല പ്രയാസങ്ങൾ ഈ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 9-10 വാക്യങ്ങൾ നോക്കുമ്പം ശാരീരികമായിട്ട് താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വേഗത്തിൽ നിന്ന് വായിച്ചു പോവുകയാണ്. അവിടെ കാണുക, യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണ്, വ്യസനം കൊണ്ട് എൻ്റെ പ്രാണൻ, വ്യസനം കൊണ്ട് എൻ്റെ ഉദരം ക്ഷയിച്ചിരിക്കുന്നു. സയൻസ് നോക്കിയാൽ അറിയാം, നമുക്ക് ഒത്തിരി പലരും വയറുവേദന അല്ലെങ്കിൽ അസിഡിറ്റി ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ല് കഴിയുമ്പോൾ ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒത്തിരി സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിക്കും. ദാറ്റ് മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ
കെടുത്തു കളയുവാനുള്ള ആ ഒരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ തൻ്റെ ശരീരത്തെ പോലും അതിഭയങ്കരമായി ബാധിക്കുന്നു. 9-10 വാക്യങ്ങൾ, 11 മുതൽ അങ്ങോട്ടുള്ള വാക്യങ്ങളിൽ സ്തോത്രം 13 വരെ വായിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകളെ കൊണ്ടുള്ളതാണ്. നിന്റെ കുഞ്ഞിൻ്റെ കാര്യം ഇതുവരെ ഒന്നും ആയില്ലേ? നിനക്ക് വേണ്ടി ദൈവം ഒന്നും പ്രവർത്തിച്ചില്ലേ? നീ കുറേ ആയല്ലോ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയിട്ട്. നീ കുറേ എന്തിന് പുറത്തുള്ളവർ മാത്രമാണോ? ചില സമയത്ത് അകത്തുള്ളവർ വരെ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും, എന്തുവാ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാൽ പോരെ കേട്ടോ, ഇതൊന്നും പോരെ കേട്ടോ. എത്ര ഉപദേശങ്ങൾ. എന്നാൽ അതിൻ്റെ നടുവിൽ ഹൃദയം നുറുങ്ങുന്ന നമുക്കേ അറിയത്തുള്ളൂ, കർത്താവേ ഞാൻ കടന്നു പോകുന്ന പാത. സ്തോത്രം. ചുറ്റും ഭീതി എന്ന അപശ്രുതി, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഭീതി എന്നുള്ള സത്യമല്ല, അപശ്രുതിയാണ്. ഭീതി എന്ന അപശ്രുതി ഞാൻ കേട്ടിരിക്കുന്നു. സ്തോത്രം. ചുറ്റുമുള്ള കാര്യങ്ങൾ, സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ. 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ഉറപ്പായിട്ട് പറയുക, എങ്കിലും ഈവൻ ദെൻ, സ്തോത്രം, അങ്ങനെയൊക്കെ ആണെങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശരീരത്തിൽ ബലഹീനതകൾ അനുഭവിച്ചാലും, നിങ്ങൾ കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ ഹൃദയം വേദനിച്ച് നീറുന്നുണ്ടെങ്കിലും, ചുറ്റും ഭീതി എന്നുള്ള അപശ്രുതികൾ കേൾക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് വിരോധമായ ആളുകൾ സ്ഥിരമായി സംസാരിക്കുന്നുണ്ടെങ്കിലും, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം ആഴത്തിൽ മുറിവേൽക്കത്തക്ക രീതികളിൽ ഹല്ലേലൂയ മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ വല്ലാതെ പ്രഹരിക്കുന്നുണ്ടെങ്കിലും, ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. തങ്കൽ ആശ്രയം വെക്കുന്ന ഭക്തനെ ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും തള്ളിക്കളയാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത, മാറോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന, മാറോട് ചേർത്ത് നിർത്തി ധൈര്യം പകരുന്ന ഒരു കർത്താവിനെയായി ഇന്ന് പകൽക്കാലം നാം സേവിക്കുന്നത്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയും, എങ്കിലും എൻ്റെ ശരീരം ക്ഷീണിച്ചു. സത്യമാ, എൻ്റെ നേരെ ആളുകൾ വമ്പ് പറഞ്ഞു. ചിലതൊക്കെ പറയുന്ന കേട്ടാലുണ്ട്, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വാക്കുകളുണ്ട്. ധാർഷ്ട്യത്തോടെ സംസാരിച്ചെന്നാ പറയുന്നത്. ധാർഷ്ട്യത്തോടെ. സ്തോത്രം. അവരുടെ ധാർഷ്ട്യം, പലരും അങ്ങനെയാ, നമ്മുടെ വേദനയിലാണ് മറ്റുള്ളവരുടെ ധാർഷ്ട്യം കാണിക്കുന്നത്. സ്തോത്രം. അത് എത്രമാത്രം അധിക പ്രഹരം ഏൽപ്പിക്കുമെന്നറിയാമോ? സ്തോത്രം. നമ്മൾ കഷ്ടതയിലൂടെ, നമ്മൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പം പറയുന്ന ചില വാക്കുകൾക്ക് അതിഭയങ്കരമായ മൂർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ നാക്കിൽ നിന്നൊന്നും വരാതെ സൂക്ഷിക്കണം കേട്ടോ. സ്തോത്രം. ഒരാൾ കഷ്ടതയിൽ കൂടെ പോകുമ്പം അവന് പിന്നെയും നമ്മൾ വചനത്തിൽ വായിക്കും, വ്യർത്ഥ ആശ്വാസകന്മാരാകരുത്. യോബ് പറയുന്ന പോലെ വ്യർത്ഥ ആശ്വാസകന്മാർ. വലിയ ആശ്വാസം പറയുക, പ്രാർത്ഥിക്കാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അറിയാവോ, അവിടെ ചെന്നിട്ട് കൈ കൊണ്ടല്ല, നാക്കുകൊണ്ട്. ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നവർ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന ഒരു ഭക്തൻ അവൻ പറയുക, എങ്കിലും ഞാൻ നിന്നിൽ ആശ്രയിച്ചു, വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ഏറ്റുപറയാൻ കഴിയണം, സ്തോത്രം, കർത്താവേ പ്രശ്നങ്ങൾ സാരമില്ല, നീ എൻ്റെ ദൈവമാ. ദൈവമേ, ഈ പ്രയാസങ്ങൾ സാരമില്ല, കാരണം നീ എൻ്റെ ദൈവമാണ്. ഈ പ്രതികൂലങ്ങൾ സാരമില്ല, കാരണം അങ്ങ് ദൈവമാ. ഞാൻ അങ്ങിൽ ആശ്രയിക്കും. സ്തോത്രം. 19-ാമത്തെ വാക്യത്തിൽ ഓടിപ്പോകണമല്ലോ. സ്തോത്രം. 19-ലേക്ക് ഓടിപ്പോവാ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചിലത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ടെന്ന്. സ്തോത്രം. ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത, എത്ര ഗൂഢാലോചനകൾ നടത്തിയാലും, എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും, സ്തോത്രം, എത്രയെല്ലാം പാത്തു പൊതിഞ്ഞു വെച്ചാലും, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ, നിനക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചിരിക്കുന്ന സംഗ്രഹങ്ങൾ, നിനക്ക് വേണ്ടി ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന ഗുപ്തനിധികൾ, അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ച, മനുഷ്യൻ സംഗ്രഹിച്ചതല്ല. മനുഷ്യൻ സംഗ്രഹിക്കുന്നത് എങ്ങനെയാ? അവൻ്റെ ഇഷ്ടപ്രകാരം, അവൻ്റെ കഴിവിനൊത്തവണ്ണം നോക്കിയാ. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചതും, കണ്ണ് കാണാൻ കഴിയാത്ത, കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത, ഹൃദയത്തിൽ ചിന്തിക്കുവാൻ കഴിയാത്ത ഉന്നതമായ, അത്യുന്നതമായ നിലകളിൽ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നത്. സ്തോത്രം. നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്കുണ്ടോ? ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ഓർത്തണം. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ. സ്തോത്രം. 23-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് പോലെ, എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഹലോ, സ്തോത്രം. എൻ്റെ ശത്രുക്കൾ കാണെ എനിക്ക് വിരുന്നൊരുക്കുന്നു. മനുഷ്യപുത്രന്മാർ കാണെ നീ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച നന്മ.
സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച ദൈവം കൈവിടത്തില്ല കേട്ടോ. സ്തോത്രം. ദൈവത്തിൽ നിങ്ങളുടെ ആശ്രയം വെച്ചാൽ, ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയം വെച്ചാൽ, ദൈവത്തിൽ നിങ്ങളുടെ ധൈര്യം വെച്ചാൽ, ദൈവം ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. അവൻ നിനക്ക് വേണ്ടി ചിലത് സംഗ്രഹിച്ചു വെക്കും. അത് മറ്റുള്ളവർ കാണെ നിനക്ക് വേണ്ടി ദൈവം അത് സെർവ് ചെയ്യുന്നതുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷമാണ്. വേഗത്തിൽ സ്തോത്രം. 21. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. അവസാനത്തെ വാക്യങ്ങളിലേക്ക് പോകുകയാണ്. യഹോവയുടെ സകല വിശുദ്ധന്മാരുമായുള്ളവരെ അവനെ സ്നേഹിപ്പീൻ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ദൈവജനത്തിന് മുമ്പിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. ഹലോ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? കർത്താവിനെ ഒന്ന് സ്നേഹിക്കാം. സ്നേഹം എന്നുള്ളതുണ്ടല്ലോ ഒരു 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 ബ്യൂട്ടിഫുൾ ഇമോഷനാണ്. സ്തോത്രം. അതുണ്ടോ? നമുക്ക് ഉണ്ടോ? ആ സ്നേഹം നമുക്കുണ്ടോ? എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? സ്തോത്രം. എങ്ങനെയാണ് കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ഉണർന്നേ. സ്തോത്രം. എങ്ങനെയാണ് കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യണം. അത് നമ്മുടെ പാട്ടിലുണ്ടാകണം, അത് നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകണം, അത് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇരിപ്പിലുണ്ടാകണം. കർത്താവിനോടുള്ള സ്നേഹം. സ്തോത്രം. മനസ്സിലായോ? അതാ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങി. അവസാനം അതിക്കൊണ്ട് നിർത്തുക. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. പിന്മാറിപ്പോയ പത്രോസിനെ കണ്ട് കർത്താവ് ചോദിക്കുക, നീ ഇവയിലെല്ലാം അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസേ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? പത്രോസേ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഇന്ന് പകൽക്കാലം എന്നോട് നിങ്ങളോട് കർത്താവ് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ? ആന്ന് കർത്താവേ, എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ട്. കണ്ടോ, ഈ കാര്യം ഞാൻ ചെയ്ത അങ്ങയോടുള്ള സ്നേഹത്തിലാണ്. ഈ സമർപ്പണം എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായത് അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന്. ഈ രീതിയിൽ ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്നാണെന്ന് ദൈവത്തോട് പറയാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, സ്തോത്രം. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ആടുന്ന കല്ലേലാണ് നിൽക്കുന്നതെങ്കിലും ഹൃദയം കർത്താവിൽ ഉറച്ചിരിക്കട്ടെ. ദൈവം സ്ഥിതികൾക്ക് വ്യത്യാസം തരുമെന്ന്. സ്തോത്രം. നല്ല ഉറപ്പുള്ള പാറയിൽ പുതിയ പാട്ട് നാവിൽ ലഭിക്കത്തക്കവണ്ണം ദൈവം നിങ്ങൾ ഉറപ്പുള്ള, സ്തോത്രം, ഉറപ്പുള്ള പട്ടണത്തിൽ ദൈവം നമ്മെ കൊണ്ടുപോയി നിർത്തി അനുഗ്രഹിക്കുമെന്ന്. സ്തോത്രം. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഉറപ്പുള്ള ഹൃദയത്തോടെ, സ്നേഹിക്കുന്ന മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാം. ദൈവം നമ്മുടെ ആശ്രയം. അവൻ നമ്മെ കൈവിടുകയില്ല. അവൻ നമ്മുടെ ഉറപ്പുള്ള പാറ. അവൻ ഒരിക്കലും ഇളകിപ്പോകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഈ ധൈര്യത്തിൻ്റെ വാക്കുകളാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.